നമസ്കാരം. ഒരു ചോദ്യം ചോദിക്കട്ടെ. മാർക്കറ്റിങ്ങിനെ റോക്കറ്റ് പോലെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില ട്രേഡർമാർ എന്തിനാണ് ഇത്രയധികം ജാഗ്രതയോടെ, കുറച്ചൊരു പേടിയോടെ മാറി നിൽക്കുന്നത്? ഇന്നത്തെ ഈയൊരു വിശകലനത്തിൽ നമ്മൾ ഈ ആശയക്കുഴപ്പത്തിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. മാർക്കറ്റ് തരുന്ന പോസിറ്റീവും നെഗറ്റീവുമായ സിഗ്നലുകൾക്കിടയിൽ ഒരു ട്രേഡർ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതെ, ഇതാണ് നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്താൻ പോകുന്ന പ്രധാന ചോദ്യം. ഒരു സൈഡിൽ നോക്കിയാൽ മാർക്കറ്റ് നല്ല ബുള്ളിഷായി കുതിച്ചുയരുന്നു, പക്ഷെ മറുവശത്ത് ഒരു പേടിയുടെ നേർത്ത പാളി ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നുണ്ട്. എന്താണിതിന് പിന്നിൽ? വാ, നമുക്കിതിൻ്റെ ഉള്ളറകളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ എല്ലാം പച്ചയാണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നാം. പക്ഷേ കുറച്ചുകൂടി സൂക്ഷിച്ചു നോക്കിയാൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കണ്ണിൽപ്പെടും. സംഭവം ശരിയാണ്. നിഫ്റ്റി പോലുള്ള പ്രധാന ഇൻഡെക്സുകൾ നല്ല പോസിറ്റീവ് സിഗ്നലുകൾ തന്നിട്ടുണ്ട്. ആ ഒരു മുന്നേറ്റം തുടരുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ബുള്ളിഷ് പാറ്റേൺ ഇല്ലേ, അത് കൺഫേമായി മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് തന്നെ പോയി. കാണാനൊക്കെ നല്ല രസമുണ്ടല്ലേ? പക്ഷേ ഇവിടെയാണ് ആദ്യത്തെ പ്രശ്നം തുടങ്ങുന്നത്. ഈ സ്ലൈഡൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നിഫ്റ്റി ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം ഒരു സാധാരണ സ്ഥലമല്ല. ഇതൊരു ഭയങ്കരമായ റെസിസ്റ്റൻസ് സോണാണ്. അതായത് ചരിത്രം നോക്കിയാൽ ഒരുപാട് തവണ മാർക്കറ്റ് ഇവിടെ തട്ടി താഴോട്ട് പോയിട്ടുണ്ട്. ഏകദേശം 24,000-നും 24,600-നും ഇടയിലുള്ള ഒരു ഏരിയയാണിത്. നിഫ്റ്റി മാത്രമല്ല, ബാങ്ക് നിഫ്റ്റിയും ഇതേപോലെ ഒരു വലിയ ചുമരിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു എക്സ്പീരിയൻസ്ഡ് ട്രേഡറുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തത്വം ഇതാണ്: മാർക്കറ്റിന്റെ ചരിത്രപരമായ തടസ്സങ്ങളെ, ആ മതിലുകളെ നമ്മൾ ബഹുമാനിക്കണം. അതിനെതിരെ പോയി തലയൊടിക്കാൻ ശ്രമിക്കുന്നത് അത്ര നല്ല ബുദ്ധിയല്ല, അല്ലേ? അതുതന്നെയാണ് ഇവിടത്തെ ഒന്നാമത്തെ ആശങ്ക. ശരി, അപ്പോൾ ഈ റെസിസ്റ്റൻസ് മാത്രമല്ല പ്രശ്നം. കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന വേറെ ചില സിഗ്നലുകളും മാർക്കറ്റ് നമുക്ക് തരുന്നുണ്ട്. നമുക്കതെന്താണെന്ന് നോക്കാം. ഈ ഒരു പാറ്റേണിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബുള്ളിഷ് ഹറാമി. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. ഒരു വലിയ റെഡ് കാൻഡിൽ, അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കുഞ്ഞു ഗ്രീൻ കാൻഡിൽ. സാധാരണയായി മന്ത്ലി ചാർട്ടിലൊക്കെ കാണുന്ന ഒന്നാണിത്. ഇത് വന്നാൽ മാർക്കറ്റ് ചിലപ്പോൾ തിരിയാൻ പോവുകയാണെന്നുള്ളൊരു സൂചനയാണ് തരുന്നത്. ഇനി പറയാൻ പോകുന്നത് ശരിക്കും ഒരു വിരോധാഭാസമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടിൽ ഈ ബുള്ളിഷ് ഹറാമി രൂപപ്പെടാൻ ഒരു സാധ്യതയുണ്ട്. അതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ മാസം അവസാനിക്കുന്നതിന് മുൻപ് നിഫ്റ്റി കുറച്ചുകൂടി താഴോട്ട് പോയാൽ ഈ പാറ്റേൺ കൂടുതൽ സ്ട്രോങ് ആകും. അതായത് ഇപ്പോഴത്തെ ഈ ചെറിയൊരു വീഴ്ച ഒരുപക്ഷെ വലിയൊരു കുതിച്ചുചാട്ടത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരിക്കാം. അപ്പോൾ പിന്നെ എങ്ങനെ ധൈര്യമായിട്ട് ഷോർട്ട് ചെയ്യും? ഭയങ്കര റിസ്ക് അല്ലേ? അപ്പോൾ കണ്ടില്ലേ, ആകെ കൺഫ്യൂഷനാണ്. നമ്മളിപ്പോൾ ഒരു നടുക്കടലിൽപ്പെട്ട അവസ്ഥയിലാണ്. ഒരു വശത്ത് മുകളിലേക്ക് പോകാൻ കാരണങ്ങളുണ്ട്, ഡെയിലി ചാർട്ടൊക്കെ ബുള്ളിഷാണ്. മറുവശത്ത് താഴോട്ട് പോകാനും ശക്തമായ കാരണങ്ങളുണ്ട്. വലിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്, ഗ്ലോബൽ പ്രശ്നങ്ങളുണ്ട്. എന്ത് ചെയ്യും? വാങ്ങണോ അതോ വിൽക്കണോ? ഓക്കെ, നമുക്ക് തൽക്കാലം ഇന്ത്യൻ മാർക്കറ്റിനെ ഇവിടെ നിർത്താം. ഇനി കുറച്ചുനേരം നമ്മുടെ ശ്രദ്ധ പുറം ലോകത്തേക്ക് തിരിക്കാം. കാരണം ചില സമയങ്ങളിൽ ഏറ്റവും വലിയ സൂചനകൾ കിട്ടുന്നത് നമ്മുടെ ചാർട്ടിൽ നിന്നായിരിക്കില്ല, പുറത്തു നിന്നായിരിക്കും. ഇത് നോക്കൂ, US ഓയിലിന്റെ വില വെറും 2 ദിവസം കൊണ്ട് $79 നിന്ന് നേരെ 89-ലേക്ക്. ഇത് പടപ്പെരുപ്പം കൂടാൻ പോകുന്നതിന്റെ ആദ്യത്തെ അപായമണിയാണ്. അടുത്തത് അമേരിക്കൻ ബോണ്ട് ഈൽഡ്. ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം 1% കൂടി. സാമ്പത്തിക രംഗം അത്ര സുഖത്തിലല്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള റിസ്ക്കുള്ള ഇടങ്ങളിൽ നിന്ന് പണം മാറ്റുന്നു എന്നർത്ഥം. അതുപോലെ തന്നെ സ്വർണത്തിന്റെ വില നോക്കിയേ, ഒറ്റയടിക്ക് 2.5% ഇടിഞ്ഞു. സാധാരണ സ്വർണം ഒരു സേഫ് ഹെവനല്ലേ? ആളുകൾ അത് വിറ്റ് കാശാക്കാൻ ഓടുന്നുണ്ടെങ്കിൽ എന്തോ ഒരു പന്തികേടുണ്ട്. ഒരു പരിഭ്രാന്തിയുടെ ലക്ഷണമായി ഇതിനെ കാണാം. അപ്പോൾ ഈ ഗ്ലോബൽ സിഗ്നലുകളൊക്കെ ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ ചിത്രം ഏകദേശം വ്യക്തമാണ്. ഓയിൽ വില കൂടുന്നു, ബോണ്ട് ഈൽഡ് കൂടുന്നു, സ്വർണം താഴോട്ട് പോകുന്നു. ഇതെല്ലാം ലോക മാർക്കറ്റുകളിൽ ഒരു റിസ്ക് ഓഫ് മൂഡ് ഉണ്ടാക്കുകയാണ്. അതായത് ആളുകൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഇതിന്റെ കൂടെ അമേരിക്കൻ മാർക്കറ്റായ S&P 500-ൽ ഒരു ബേറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ കൂടെ വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായി. അപ്പോൾ ഒരു വശത്ത് നമ്മുടെ മാർക്കറ്റിലെ കൺഫ്യൂഷൻ, മറുവശത്ത് ആഗോളതലത്തിലെ ഈ പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമ്മൾ വളരെ യുക്തിസഹമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അതെ, ആ തീരുമാനം ഇതാണ്: നോ ട്രേഡ് സോൺ. ഒന്നും ചെയ്യാതിരിക്കുക. ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവാണ് എപ്പോൾ കളിയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അങ്ങനത്തെ ഒരു സമയമാണ്. നമുക്കൊന്നുകൂടെ പറഞ്ഞുറപ്പിക്കാം. മുകളിലോട്ട് പോകാൻ നോക്കിയാൽ ആ വലിയ റെസിസ്റ്റൻസും ഗ്ലോബൽ റിസ്ക്കും വഴിമുടക്കി നിൽക്കുന്നു. ശരി, എന്നാ പിന്നെ താഴോട്ട് ഷോർട്ട് ചെയ്യാമെന്ന് വെച്ചാലോ? ആ ബുള്ളിഷ് ഹറാമി പാറ്റേൺ ഒരു കെണിയായി അവിടെ ഉണ്ടാവാം.
അപ്പോൾ പിന്നെ എന്തു ചെയ്യും? ഏറ്റവും നല്ല സ്ട്രാറ്റജി സൈഡിൽ മാറി നിന്ന് കളി കാണുക എന്നതാണ്. ചിത്രം തെളിയുന്നതുവരെ കാത്തിരിക്കുക. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ട്രേഡിംഗ് തത്വമാണ്. ഒരു ട്രേഡും ചെയ്യാതിരിക്കുന്നത് വെറുതെ ഒഴിഞ്ഞുമാറലല്ല, അതൊരു ബോധപൂർവമായ തന്ത്രപരമായ തീരുമാനമാണ്. കാരണം ചില സമയങ്ങളിൽ ഒന്നും ചെയ്യാതെ നമ്മുടെ കയ്യിലുള്ള കാശ് സംരക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ ലാഭം. അപ്പോ ഈ ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു വിശകലനം അവസാനിപ്പിക്കാം. എപ്പോഴും ആവേശത്തോടെ ട്രേഡ് ചെയ്യുന്നതാണോ, അതോ ഇങ്ങനെ അനിശ്ചിതത്വമുള്ള സമയത്ത് ക്ഷമയോടെ ശരിയായ അവസരത്തിനായി കാത്തിരിക്കുന്നതാണോ ഒരു ട്രേഡറുടെ ഏറ്റവും വലിയ ശക്തി? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ കാണാം. നന്ദി.